വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ഇന്ത്യ സ്കൂൾ ബൈസൈക്കിൾ ചാമ്പ്യൻഷിപ്പ് ആണ്. ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ റേസ് 30 മിനിറ്റ് മാത്രമാണ്. റേസ് സ്കൂളിൽ നിന്നും തുടങ്ങി സ്കൂളിൽ തന്നെ വന്ന് അവസാനിക്കും. ഈ റേസ് ആരാണോ ജയിക്കുന്നത് അവർക്ക് ഒരു അതിമനോഹരമായ ഒരു ട്രോഫി, പിന്നെ ഒരു വർഷത്തെ സ്കോളർഷിപ്പും ലഭിക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുക. മത്സരം തുടങ്ങാൻ പോകുന്നു. എന്തായാലും ഇന്ന് ശിവ കോമ്പറ്റീഷന് പോയത് കൊണ്ട് ഇന്ന് ഈ മുറി വൃത്തിയാക്കിട്ട് തന്നെ കാര്യം. ഓ ഞാൻ ഇപ്പൊ താഴെ വീഴും. ഇതെന്താ തലമീത്? എന്താ ഭീംസിംഗ്, ശരിക്കും ഈ മുറി ഒന്നും വൃത്തിയാക്കുന്നില്ലെന്ന് തോന്നുന്നു. അതാണ് എലികളും പാറ്റകളും നിറയെ ഉള്ളത് ഇവിടെ. ആദ്യം ചെന്ന് അവിടെയൊക്കെ വൃത്തിയാക്ക. അതിനോടൊക്കെ ഞാൻ ഇവിടെ നോക്കട്ടെ. മത്സരം ആവേശം കൂടിക്കൊണ്ടിരിക്കുന്നു. മാച്ചിന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. ഈ റൗണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇതാ മുൻനിരയിൽ നിൽക്കുന്നത് ആമോദ്, രണ്ടാമതെത്തുന്നത് എബിൻ, ഇതാ മൂന്നാം നമ്പറിൽ വന്നിരിക്കുന്നു ശിവ. മഹാവിരുദ്ധനാണ് ശിവ. അതെ, എന്താ താഴെ വീണിരിക്കുന്ന? ഇപ്പൊ തന്നെ അടുത്ത് മാറ്റി വെക്കട്ടെ, അല്ലെങ്കിൽ മുത്തശ്ശി വഴക്ക് പറയും. ഓ, എന്തൊരു പൊടിയാണ്. എനിക്കെന്താ പറ്റിയത്? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്റെ കാഴ്ച പോയി എന്നാ തോന്നണേ. സഹായിക്കണേ. ഇതാരെയും നടക്കണേ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ആരെയും സഹായിക്കണേ. ഈ ഭീംസിംഗ് ഒരു പണിയും വൃത്തിക്ക് ചെയ്യാൻ അറിയില്ല. എന്റെ തലമണ്ട പോയിന്നാ തോന്നണേ. അല്ല, ഇതെന്ത് ബോക്സാ വീണത്? തന്നെ വെട്ടിച്ച് മുൻനിരയിലാണ് ശിവ. ഇപ്പോഴും മൂന്നാമത്തെ സ്ഥാനത്ത് തന്നെയാണ്. ഇതാ ശിവ രണ്ടാം സ്ഥാനത്തേക്ക് കടന്നിരിക്കുന്നു. രണ്ടുപേരും മിടുക്കന്മാരാണ്. ആരാണ് ആദ്യം എത്തുക എന്നറിയില്ല. യെസ് യെസ് യെസ്, ഇത് വല്ലാത്തൊരു സ്റ്റണ്ട് തന്നെയാണ്. ഇതാ കാണൂ ശിവയുടെ മനോഹരമായ ഒരു സ്റ്റണ്ട്. ഇതൊരു ഡിഫിക്കൽട്ട് മോഡാണ്. ഇതാ രണ്ട് മത്സരാർത്ഥികൾ താഴെ വീണിരിക്കുന്നു. ഇപ്പോൾ എത്തിനും ശിവയും തമ്മിലാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ശിവ ഒരു അപകടം പിടിച്ച സ്റ്റണ്ടാണ് ചെയ്യുന്നത്. ഇതാ ഒരു സമ്മർ സോൾട്ട് ആണ് ഇത്. അതിശയം തന്നെ. ശിവ ഇതാ മുന്നിലെത്തിയിരിക്കുന്നു. ബോക്സ് പൊടി പിടിച്ചങ്ങ് കിടക്കുക. ഇത് എവിടുന്നാ ഇത്രയും വലിയ വിളിച്ചോ? ഇവിടെ വരൂ, നോക്കൂ എന്താ സംഭവിക്കണേന്ന്.
ഇത് എവിടുന്ന് കിട്ടി? ആ ബോക്സ് അടച്ചു വെക്കൂ. നിർത്തിവെക്കേ. എന്തിനാ ഇത് തുറന്നത്? ഇത് തുറക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇത് എന്താണെന്ന് പറയേ. ഇതാ ശിവയും എത്തിനും തമ്മിൽ വാശിക്കാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ കാണൂ, ശിവ സൈക്കിളിന്റെ സ്പീഡ് കൂട്ടിയിരിക്കുന്നു. ഇതാ ശിവ എത്തിനിന്റെ വളരെ അടുത്ത് എത്തിയിരിക്കുന്നു. ചെറിയ ബോക്സിൽ എന്ത് രഹസ്യം ഉള്ളത്? നിങ്ങൾ എന്തിനാ ഇത്രയധികം പേടിക്കുന്നത്? ഈ പെട്ടി വളരെ ചെറുതാണെങ്കിലും അത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേനെ. ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്നോ? ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാൻ ഒരിക്കലും ഓർക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ ആ ഓർമ്മകൾ വീണ്ടും എന്നെ ഉണർത്തി. എനിക്ക് ഇന്നും ആ ദിവസം ഓർമ്മയുണ്ട്. ശിവയുടെ അച്ഛൻ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച ദിവസം. ഒരു അത്യാവശ്യ കാര്യം പറയാനാ വിളിപ്പിച്ചത്. എന്നെ പിടിക്കാൻ കുറെ ഗുണ്ടകൾ വരുന്നുണ്ട്. എന്റെ കുഞ്ഞു ശിവയെയും ഈ ബോക്സും അവരുടെ കയ്യിൽ കെട്ടരുത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ നാട് വിടുന്നതായിരിക്കും നല്ലത്. അവരെത്തിന്ന് തോന്നുന്നത്. വേഗം പൊയ്ക്കോളൂ, ഞാനും പോവാ. കരയല്ലേ മോനെ, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. നീ എവിടെ ഒളിച്ചിട്ടും കാര്യമില്ല. മര്യാദയ്ക്ക് ആ ബോക്സ് എന്റെ കയ്യിൽ തരുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാൻ മെഡൂസ. ബോസ്, അയാൾ ഓടിപ്പോയെന്ന് തോന്നുന്നു. എത്ര നേരം അവൻ അങ്ങനെ ഓടും? വേഗം ആവട്ടെ. ഒരുപാട് ദൂരമൊന്നും പോകാൻ വഴിയില്ല. എന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് അനുസരിക്കുമെന്ന് വിചാരിച്ചു. അവൻ എന്റെ വാക്കുകൾ പോലും അനുസരിച്ചില്ല. ആ ദിവസം തൊട്ട് ഈ ദിവസം വരെ നമ്മൾ ശിവയുടെ അച്ഛന്റെ ഓർമ്മകളിൽ ജീവിക്കുകയായിരുന്നു. അദ്ദേഹം ഒരിക്കലും തിരിച്ചു വന്നില്ല. ഈ ബോക്സ് ഒരു മാരണമാണെന്ന് എനിക്ക് തീരെ അറിയില്ലായിരുന്നു. അറിഞ്ഞാൽ ഞാൻ ആ ബോക്സ് ഒരിക്കലും തുറക്കില്ലായിരുന്നു. അല്ല, ഇതെന്താ? ഇത് ഡീകോഡിംഗ് ആവുകയാണല്ലോ. നമ്മളാരെങ്കിലും ഹാക്ക് ചെയ്യാനാവോ? ഇല്ലല്ലോ, ഹാക്കിങ്ങിൽ ഇങ്ങനെ സംഭവിക്കാറില്ലല്ലോ. ഏതോ ഒരു കോഡ് വരുന്നുണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതാണ്. ആ, അത് തന്നെ. അതിശയം, ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നു. ലൈറ്റ് ഓൺ ആയിരിക്കുന്നു. വേഗം പ്രിൻസ് ക്രേസി സ്നേച്ചറിനെ വിളിക്കൂ. വേഗം വരൂ, വരൂ, ഒരു അതിശയം നടന്നിരിക്കുന്നു. വരൂ, വേഗം വരൂ. എന്താ? ലൈറ്റ് ആരാ ഓൺ ചെയ്തത്? ആരാ ഓൺ ചെയ്തെന്നാ ചോദിച്ചേ? ക്രേസി സ്നേച്ചർ. ശരിക്കും സംഭവിച്ച എന്താണെന്നറിയോ? ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനു വേണ്ടിയല്ലേ കാത്തിരുന്നത്. ലൈറ്റ് താനെ ഓണായി. എന്താ പറഞ്ഞേ? ലൈറ്റ് സ്വയം ഓണായെന്നോ? അങ്ങനെ ആവില്ല. നോട്ട് പോസിബിൾ.
ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിന്റെ അർത്ഥം അവൻ ജീവനോടെ ഉണ്ടല്ലേ? കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് അവൻ ആ ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. വേഗം ആ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. പെട്ടെന്ന് വരൂ വരൂ വേഗം. പ്രിൻസ്, ഇത് കണ്ടോ? ലൊക്കേഷൻ ഇന്ത്യയിലാണ് കാണിക്കുന്നത്. സാറേ, ഇന്ത്യയിലുള്ള ഇത് എവിടെയോ കാണുന്ന ഒരു ചെറിയ നഗരമാണ്. കിട്ടിപ്പോയി സാറേ, ഈ നഗരമാണ് വേദ സിറ്റി. ആഹാ വെൽ ഡൺ. ചെല്ലു, വേഗം പോയി ആ ഗാഡ്ജറ്റ് എടുത്തുകൊണ്ട് വരൂ. ലൊക്കേഷൻ ട്രാക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഗാഡ്ജറ്റ് ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് അകത്തേക്ക് പോയേ പറ്റൂ. ലെറ്റ്സ് ഗോ. ഈ നായ കുരച്ചാൽ എല്ലാവരും എണീക്കും. രണ്ടുപേര് ഇവിടെ നിന്നാ മതി. പിന്നെ നീ വീടിന്റെ പുറകുവശത്തുനിന്ന് പോ. ഞാൻ ഈ നായയുടെ കാര്യം നോക്കിക്കോളാം. നായോ? എനിക്ക് നായെന്ന് വെച്ചാ ഭയങ്കര പേടിയാണ്. ആ ശരി ശരി, ഞാൻ മിണ്ടുന്നില്ല. ഹലോ പപ്പി, ദേ ഈ ബിസ്ക്കറ്റ് കഴിക്കൂ. താനെന്താ ഇവിടെ ചെയ്യുന്നത്? അത് പിന്നെ വരാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുവോ നീ? നടക്ക്. എനിക്ക് നായെന്ന് വെച്ചാ പേടിയൊന്നും അറിയില്ലേ. Watch India's largest kids library only on Jio Hotstar. Download the app now.